നമസ്കാരം. അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതി വേണോ വേണ്ടയോ? ഒരിടവേളയ്ക്ക് ശേഷം അതിരപ്പിള്ളിയെക്കുറിച്ചുള്ള തർക്കം വാർത്തയിൽ നിറയുകയാണ്. ഉപേക്ഷിച്ച പദ്ധതി എന്ന് പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവർ ആശ്വാസം കൊണ്ട അതിരപ്പിള്ളി പദ്ധതി വേണ്ടെന്ന് വെച്ചിട്ടില്ലെന്ന വ്യക്തമായ സന്ദേശം സർക്കാരും KSEBയും നൽകിക്കഴിഞ്ഞു. ബന്ധപ്പെട്ട് നേടിയ പാരിസ്ഥിതികാനുമതി അങ്ങനെ വെറുതെ കളയാൻ പിണറായി സർക്കാർ തയ്യാറല്ല. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അതിരപ്പിള്ളി ഇല്ല എന്ന് പറഞ്ഞ് എതിർപ്പ് നിലനിർത്തി മുന്നണിയിലെ രണ്ടാമൻ CPI പതിവ് പോലെ രംഗത്തുണ്ട്. സമവായം അതിനുശേഷം മാത്രം അതിരപ്പിള്ളിയിൽ വൈദ്യുതി ഉൽപാദനം, ഈ നയം സർക്കാർ തുടരുമ്പോൾ സമവായം എങ്ങനെ എന്ന ചോദ്യം ബാക്കിയാണ്. പദ്ധതിയെ എതിർക്കുന്നവർക്കാർക്കും സർക്കാർ പറയുന്ന പോലെ പരിസ്ഥിതിയെ നശിപ്പിക്കാതെ നടപ്പാക്കാം എന്ന നിലപാടില്ല. പിന്നെ എന്താണ് അതിരപ്പിള്ളിയിലെ സമവായം? ഭരണത്തിലിരുന്നപ്പോൾ അതിരപ്പിള്ളിക്കായി വാദിച്ച ചെന്നിത്തല പോലും ഭരണം പോയപ്പോൾ പരിസ്ഥിതി സ്നേഹവുമായി വാളെടുത്തു കഴിഞ്ഞു. അതിരപ്പിള്ളിയിൽ ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന പ്രതീതി സർക്കാരും KSEBയും ഉണ്ടാക്കുമ്പോൾ CPIയുടെയും പ്രതിപക്ഷത്തിന്റെയും പരിസ്ഥിതി സ്നേഹികളുടെയും എതിർപ്പ് എത്ര കണ്ട് വിജയിക്കും എന്ന സംശയം ഉയരുമ്പോൾ സൂപ്പർ പ്രൈം ടൈം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ്. അതിരപ്പിള്ളിയിൽ നിലപാട് വ്യക്തമാക്കാതെ സർക്കാരും KSEBയും ഒളിച്ചു കളിക്കുന്നത് എന്തിനാണ്? CPI ആവർത്തിച്ചെതിർത്തിട്ടും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാർ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ പച്ചക്കൊടിയിലോ? വികസനത്തിന് ആരും എതിര് നിൽക്കേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയല്ലേ മുഖ്യമന്ത്രി? LDFന്റെ പ്രകടന പത്രികയിൽ ഇല്ലെന്ന് പറഞ്ഞ് എത്ര നാൾ എതിർക്കാൻ CPIക്ക് കഴിയും? മുഖ്യമന്ത്രിയും MM മണിയും പറയുന്ന സമവായം അതിരപ്പിള്ളിയിൽ സാധ്യമാണോ? പ്രതിപക്ഷത്തായപ്പോൾ UDFന്റെ നിലപാട് മാറ്റത്തിന് പിന്നിൽ പരിസ്ഥിതി സംരക്ഷണമോ സർക്കാരിനോടുള്ള അന്ധമായ എതിർപ്പോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPI നേതാവ് P. പ്രസാദ്, ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരായ SP രവി, ആം ആദ്മി പാർട്ടി നേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ CR നീലകണ്ഠൻ, കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ, KSEB ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയായ MP അനിൽ എന്നിവർ ചേരുകയാണ്. ഒപ്പം മന്ത്രി MM മണിയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. അതിരപ്പിള്ളിയിൽ സർക്കാരും KSEBയും ഒളിച്ചു കളിക്കുന്നത് എന്തിനാണ്? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്.